അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സ്മാർട്ട് റേഡ് അക്കാദമി മദ്രസയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ 2025 മാർച്ച് 23 ബഹുമാനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഏപ്രിൽ 13 ക്ലാസ് ആരംഭിച്ച നമ്മുടെ മദ്രസ അക്കാദമിക രംഗത്ത് 6 മാസം പിന്നിടുകയാണ്. വിവിധ ബാച്ചുകളിലായി 189ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ മദ്രസയിൽ പഠനം നടത്തി വരികയും ആ വിദ്യാർത്ഥികളെ 2 ഗ്രൂപ്പായി തിരിച്ച് കഴിഞ്ഞ 1 മാസമായി 65ഓളം ഇനങ്ങളിൽ കലാവാസനകളെ, അഭിരുചികളെ പ്രകടിപ്പിക്കുവാനുള്ള വേദിയൊരുക്കുക എന്ന രൂപത്തിൽ മുൽത്തഖുൽ ഇബ്ദാ എന്ന പേരിൽ മത്സരങ്ങൾ നടത്തുകയും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ മക്കൾ പഠിച്ചിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കുവാൻ ഇങ്ങനെയൊരു വേദി ഒരുക്കുക എന്നത് ഏറെ ശ്രമകരമാണ് എന്ന് എല്ലാവർക്കും അറിയാം. വളരെ ചുരുങ്ങിയ സമയത്തിൽ മക്കൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള നമ്മുടെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ പരിപാടി സമയബന്ധിതമായി അവസാനിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സമയം മുതൽ രാത്രി നമ്മുടെ വിശിഷ്ടാതിഥികളെത്തി അവസാനിക്കും വരെയും മുഴുവൻ രക്ഷിതാക്കളും സഹോദരങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ സ്മാർട്ട് റീഡ് ഫെസ്റ്റിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. Amen. In the name of Allah, the most gracious, the most merciful, all the praises and the thanks are to Allah, the Lord of the worlds, the most gracious, the most merciful. The only honor of the day of the judgment, you alone be worshipped, you alone be asked for help. Show us the straight path, the path of those who have bestowed a grace, not the path of those who enter ankle, and nor of those who wander straight. Amen. അസ്സലാമു അലൈക്കും. അൽസമ വാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അർശനിലും കാണാത്ത പ്രഭയൊളി നൂറ്
എൻ്റെ കൽബകമിൽ വാഴുന്ന മുത്ത് റസൂല് അൽസമ വാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അർശനിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻ്റെ കൽബകമിൽ വാഴുന്ന മുത്ത് റസൂല് ബദറുളി പൂൽ പൂമുത്ത് ബഹറലയാം സീനത്ത് മഹിത നബി ചാരത്തൊന്നണിയുവതെന്ന നിത്യസലാത്തിൽ ഞാൻ ആനന്ദം നുകരണതെന്ന ബദറുളി പൂൽ പൂമുത്ത് ബഹറലയാം സീനത്ത് മഹിത നബി ചാരത്തൊന്നണിയുവതെന്ന നിത്യസലാത്തിൽ ഞാൻ ആനന്ദം നുകരണതെന്ന അർസമ വാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അർശനിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻ്റെ കൽബകമിൽ വാഴുന്ന മുത്ത് റസൂല് അമ്പിയ മുമ്പ് ത്വാഹ നബി അമ്പഴമേയും കടന്ന ഹബീബ് അമ്പിയ മുമ്പ് ത്വാഹ നബി അമ്പഴമേയും കടന്ന ഹബീബ് അമ്പിയ കൊല്ലും കാത്തിടവേ ആഗതമായി കുദുസിന്നകമേ മൻവർ മുർസലിൻ സഫദിലെ മുന്നിൽ മാമായി വന്നഴകെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർസമ വാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അർശനിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻ്റെ കൽബകമിൽ വാഴുന്ന മുത്ത് റസൂല് അർസമ വാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അർശനിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻ്റെ കൽബകമിൽ വാഴുന്ന മുത്ത് റസൂല്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അമ്പർ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവൻ്റെ ഇഷ്ടദാനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അമ്പർ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവൻ്റെ ഇഷ്ടദാനം എൻ്റെ ഹബീബ് തിങ്കളിലൊതിച്ചവരെ തിങ്കളാൽ പിറന്നവരെ തിങ്കളിലൊതിച്ചവരെ തിങ്കളാൽ പിറന്നവരെ തങ്കശോഭദീൻ ഇസ്ലാം തന്ന ഹബീബ് അമ്പർ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മൻ അമ്പവൻ്റെ ഇഷ്ടതൻ എൻ്റെ ഹബീബ് തെന്നലാൽ തലോടിയതും എന്നിലിഷ്ടമേകിയതും തെന്നലാൽ തലോടിയതും എന്നിലിഷ്ടമേകിയതും വെണ്ണിലാപ്പദം വരച്ച എൻ്റെ ഹബീബ് അമ്പർ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവൻ്റെ ഇഷ്ടദനം എൻ്റെ ഹബീബ് അസ്സലാമു അലൈക്കും. Assalamu alaikum. My name is Khalfan and I am going to tell you the story of Prophet Yunus alayhi salam. Long ago, there lived in powerful people of Nineveh. The people of Nineveh were idolaters. Allah sent Prophet Yunus alayhi salam to tell the true God, but they just made fun of him.
angry and despairing, Prophet Yunus alayhi salam was disheartened by them and left Nineveh. So he went to a seashore and he went in a ship even without thinking twice. When in the morning the ship was going smoothly, but when the night began, a giant storm began and the ship was starting to go up and down. So then the sea captain told to throw their luggage in the sea, but still the ship was moving up and down. Then the sea captain told that they have to throw someone in the water to make the ship lighter. Then Prophet Yunus alayhi salam's name came 3 times on the paper, so he had to be thrown in the water. So then a giant whale appeared from the depth of the sea, and he swallowed Prophet He swallowed Prophet Yunus alayhi salam like a whole. When Prophet Yunus alayhi salam opened his eyes, he realized that he was not dead, but he was alive, but he was sure that he was in the stomach of the whale. So then he prayed, Allah, La ilaha illa anta subhanaka inni kuntu mina zalimin. There is no God but you. Glory be to you. I have done something wrong. If you don't help me, I should be among the lost. Then he kept on saying the prayer, and Allah told the whale to go on a seashore. When Prophet Yunus alayhi salam came out of the belly of the whale, he was a little sick, and then his skin was burning. Then Allah helped him grow a giant tree with nourishing fruits on it. So then Prophet Yunus alayhi salam rested under the tree. When he went back to Nineveh, he was glad to see his people, Muslims, and welcomed him. Thank you. Assalamu alaikum. Gunamaniyaya Rasulullah, Tani Pagaram Guru Nurullah, Iha Paranabi Udabibullah, Irayona Kaniye Sallallah, Marhabaya Nur Aini, Marhabaya Jatal Husaini, Marhaba Marhaba Nur Muhammad, Marhaba 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 Padimaka Uditula Malaralle, Parishutta Kadaroli Badaralle, Parimala Surabila Kavalle, Pidiyona Kudasila Mailalle, Marhabaya Nur Aini, Marhabaya Jadal Husaini, Marhaba Marhaba Nur Muhammad, Marhaba 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 Gunamaniyaya Rasulullah, Tani Pagaram Guru Nurullah, Iha Paranabi Udabibullah, Irayona Kaniye Sallallah. Assalamu alaikum. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil mursaleen wa ala alihi wa ashabil ajmain. Respected teachers, parents, and my dear friends, Assalamu alaikum wa rahmatullahi wa barakatuh. Today is a special day. It is the birthday of our beloved Prophet Muhammad sallallahu alaihi wasallam. Alhamdulillah, Allah sent him as a guide for all humanity, teaching us how to live with peace, kindness, and justice. Before I start, let's start with a short dua. Allahumma salli Sayyidina Muhammadin wa ala alihi wa ashabil ajmain. O Allah, send blessings upon our master Prophet Muhammad sallallahu alaihi wasallam, upon his family and companions. Prophet Muhammad sallallahu alaihi wasallam was the best example for all of us. He taught us to be kind to everyone, to forgive others even if they made mistakes.
Peace was very important to him. He never argued for anything. Even when they made mistakes, he forgave them without fighting. Even when people were cruel to him, he forgave them. Imagine, we all forgave each other. Our homes, our school, and our neighborhood would be filled with love, happiness, and justice. Justice was also very important to him. He treated everyone fairly, listening, and he was also very elicitive and listening to everyone. He was very kind and also teaching everyone how to live. He doesn't care whether they are rich or poor, strong or weak. He said, أحب الناس إلى القيامة أكثرهم عدلا. The most beloved people of Allah will be the one who beloves his leader. He also loved and cared for others. He said, لا يؤمن أحدكم حتى يحب لأخيه يحب لنفسه. Love yourself and what you love for your others. Then only you can be for Allah. We can celebrate this occasion by following his examples, like be kind to your family and friends, smile and speak politely, solve problems without fighting, and be kind, share to others, and also forgive others whenever even if they made mistakes. You can be like Prophet Muhammad sallallahu alaihi wasallam by doing such small acts like sharing, helping, and saying a good word that can literally make you as the Prophet Muhammad sallallahu alaihi wasallam and bring happiness to the world. My dear friends, let's make a promise on this special day to follow the sunnah of our beloved Prophet Muhammad sallallahu alaihi wasallam and bring joy and happiness to the world. Jazakallahu khair for listening. Assalamu alaikum. Assalamu alaikum. Ya Rasul Hudawe, നബിയോർ വന്ന സിറാജേ, ആരിലും നബി നൂറേ, മരുഭൂമിനര പെയ്തു ഇന്നവരെ. അതരമ തൊളി തെളി വെണ്ണില, ചന്ദനമേറിയ തിങ്കള, പാതിരരാവിൽ പൗർണമി, വന്നവരമ്പിയ മുമ്പര. മുഹബത്ത നബിയോട് ഹാജത്താണ നാട്, മുഹബത്ത നബിയോട് ഹാജത്താണ നാട്. അതരമ തൊളി തെളി വെണ്ണില, ചന്ദനമേറിയ തിങ്കള, പാതിരരാവിൽ പൗർണമി, വന്നവരമ്പിയ മുമ്പര. യാ റസൂലേ യാ ഹബീബേ യാ നബി അല്ലാഹ്, യാ ഷഫിയേ യാ ഷഫിയേ യാ നജി അല്ലാഹ്. പുണ്യസലാത്തിൻ സീലുകൾ പാടിക്കൊണ്ടേ, അറിയാതെങ്ങയിൽ അലിയാനും കൊതിയാണേറെ. ധീര സ്വഹാബ സിദ്ദീഖൂർ ഉമറും അരികില, ഇഷ്കിൻ പരിമളയായി നല്ല വിശുന്നരിഹ്. അറിയാതാശ വെച്ചെൻ്റെ റൗല, വാരിപ്പുണർന്നെൻ്റെ മുത്ത, ഈ എൻ്റെ ഇഷ്കിൻ്റെ താളം മയായി പെയ്യുന്ന ഹുബ്. അതരമ തൊടി തെളി വെണ്ണില, ചന്ദനമേറിയ തിങ്കള, പാതിരരാവിൽ പൗർണമി, വന്നവരമ്പിയ മുമ്പര. യാ റസൂലേ യാ ഹബീബേ യാ നബി അല്ലാഹ്, യാ ഷഫിയേ യാ ഷഹിയേ യാ നജി അല്ലാഹ്. അസ്സലാമു അലൈക്കും. Assalamu alaikum. Prophet Muhammad was very kind and gentle, especially to children. He always smiled them when he saw and even played with his grandson, Hassan and Hussein. He carried the back of him and called them the little riders. One day, the little boy's bird died. Prophet Muhammad ﷺ went with him and spoke kindly to him, make him feel better. Now let us be like him, kind, patient, and caring. Thank you. Assalamu alaikum. Today I am here to speak a few lines about peace and justice in Prophet Muhammad sallallahu alaihi wasallam's life. Prophet Muhammad sallallahu alaihi wasallam, the final messenger of Allah subhanahu wa ta'ala, is revered as a role model for humanity. His life and teachings provide valuable guidance for all Muslims and serve as inspiration for all people of all backgrounds. He is well known for his compassion and mercy towards people. He showed kindness to everyone, regardless of their social status or social beliefs.
He even extended his care to animals, emphasizing the importance of showing care to all of Allah's creations. He was also deeply committed to justice and fairness. He worked hard to establish a society where everyone is treated fairly, whether rich or poor. In the time of Prophet Muhammad sallallahu alaihi wasallam, a woman from a respected family had stole something and was brought to him for punishment. Some leaders had requested that the punishment should be waived because of her status, but Prophet Muhammad sallallahu alaihi wasallam refused and stated clearly that if my daughter Fatima had stolen, I would cut her hand off. The woman's hand was cut off as ordered, and later when she repented, Prophet Muhammad sallallahu alaihi wasallam helped her and supported her with needs. Prophet Muhammad sallallahu alaihi wasallam also sought to create a society based on equality and mutual respect, and his message on peace still continues and inspires millions of people today. Prophet Muhammad sallallahu alaihi wasallam was born into a world filled with turmoil. Neighbors would frequently fight among small things, and tribes would frequently fight, provoke, and insult each other. But even before receiving revelation from Allah subhanahu wa ta'ala, he earned the name the peacekeeper. He kept his desire as a peacekeeper when the Kaaba was rebuilding. Prophet Muhammad sallallahu alaihi wasallam, when the Kaaba was rebuilding, the Quraysh had reached a point to who will keep the black stone, that is Hajar al-Aswad. But the Prophet Muhammad sallallahu alaihi wasallam came and asked. A dispute occurred between the tribes. The Prophet Muhammad sallallahu alaihi wasallam came and asked one of them to bring a garment. The garment was bought and placed in the ground. And Prophet Muhammad sallallahu alaihi wasallam placed the Hajar al-Aswad and called each leaders of each tribe to hold each corner of the garment. And together they left. And Prophet Muhammad sallallahu alaihi wasallam himself had kept the Hajar al-Aswad in its position. Prophet Muhammad sallallahu alaihi wasallam didn't just ended the conflict, but showed his wisdom and fairness. Prophet Muhammad sallallahu alaihi wasallam was also known, kept his desire as a peacekeeper when the first Meccans were tortured, starved, and even murdered. Prophet Muhammad sallallahu alaihi wasallam told the first Muslim not to retaliate and to keep peace. But then when the situation in Makkah got so worse that they had to move from other place, from Makkah to Yathrib, now called as Medina. Prophet Muhammad sallallahu alaihi wasallam came to Makkah with victorious and a upper hand, but he did not come back for revenge. He came back to offer peace. He did not take revenge on people who tortured, murdered, and even starved the first Muslims, or even bought the Muslims. Prophet Muhammad sallallahu alaihi wasallam wasn't just a religious figure, but a man who showed respect, love, compassion, and mercy in every aspect of his life. Thank you. Assalamu alaikum. Assalamu alaikum. അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയായി പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകും തങ്കപ്പൂതൂൻ ഹാജറ അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയായി പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേളും തങ്കപ്പൂതൂ ഹാജറ സമ്പൂർണ്ണ ദിനത്തിലൊങ്കുമി ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ച ഹാജറ അനം തൂതർക്കുന്ന തൂമങ്ക ഹാജറ അഹ്ദായനാഥെ സ്നേഹിച്ച ഹാജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സഫ മർവ കഥയിലും ബീബി ഹാജറ അമ്പിളിച്ചിലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയായി പൂമുത്ത് ഹാജർ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകും തങ്കപ്പൂതൂ നരി ഹാജറ. അസ്സലാമു അലൈക്കും. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh.
Bismillah walhamdulillah. Assalatu wassalamu ala ashrafil makhluki wa ala alihi wa sahbihi ajma'in amma ba'd. Dear Ustad, parents and my dear friends, today I want to talk about sharing and caring, a wonderful lesson from the life of our beloved Prophet Muhammad sallallahu alaihi wasallam. Prophet Muhammad sallallahu alaihi wasallam is the best example of kindness, generosity and compassion. He always cared for the poor, the orphans and the needy. When someone was very hungry, he shared his food. When someone was very sad, he comforted them with love. Even when he had very little, he still gave whether he could. Prophet sallallahu alaihi wasallam said, "The best among you are those who bring most benefit to others." This hadith teaches, greatest people are not those who have wealth or power, but those who help others and make their lives better. Prophet sallallahu alaihi wasallam also said, "He is no true believer whose stomach full while his neighbor was hungry." This shows how deeply he cared and how important to share what we have. He is boldly filled with act of caring. He visited sick, helped poor, forgave those who hurt him. He always treated everyone with respect and love. He taught us the true happiness coming not from receiving, but from giving and helping others. Today, our busy world, we can still follow his example. We can share our food with someone who is hungry, or give a smile to someone who is sad, or help a classmate who needs support. Even if small act of kindness can make a big difference. So, my dear friends, let us try to live like Prophet Muhammad sallallahu alaihi wasallam. Let us share what we have, care for those around us, always be kind. When we are doing this, not only Prophet sallallahu alaihi wasallam example, but we will make our world a better, peaceful and happy place. Thank you. السلام عليكم. ركت عيناي شوقا ولطيبة ذرفت عشقا فحديت إلى حبيبي فافتح يا قلب ورزقا صلي على محمد السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله يا رسول الله قلب بالحق تعلم وبآرئ تعلم يبكي يسأل حالقه فعدا عن الوحف فعشرف صلي على محمد السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله يا رسول الله يا طيبة جدك سبا لرسول الله محبا بالروضة سكنت الروح وجوال الهادي محمد يا طيبة جدك سبا لرسول الله محبا بالروضة سكنت الروح وجوال الهادي محمد السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله يا رسول الله السلام عليكم. Assalamu alaikum. Allah is one. He is the only one who created everything. Allah is one. He is the only one. La ilaha illallah. Can you see the
the stars twinkling in the sky. Allah made them shining bright. Allah can see me, Allah can hear me, Allah can see me, Allah can hear me. Where I am, Allah is in me. Where I am, Allah is in me. Can you hear the birds singing from the trees? Allah made them beautiful. Can you see the fish swimming in the sea? Allah made them soft. Allah can see me, Allah can hear me, Allah can see me, Allah can hear me. Where I am, Allah is in me. Where I am, Allah is in me. Allah is one. He is the only one who created everything. Allah is one. He is the only one. La ilaha illallah. Can you see the bees flown on their knees? Allah made them fly from rose to rose. Can you smell the fruits hanging from the trees? Allah made them nice and sweet. Allah can see me, Allah can hear me, Allah can see me, Allah can hear me. Where I am, Allah is in me. Where I am, Allah is in me. Allah is one. He is the only one who created everything. Allah is one. He is the only one. La ilaha illallah. La ilaha illallah. Thank you. Assalamu alaikum. My name is Faiha Muhammad. Today I am going to sing a song about Khadija radiallahu anhu and Prophet Muhammad sallallahu alaihi wasallam. When he came from the cave, trembling with fear from an angel's embrace, she never gave up comforting him. She never gave up assuring him. When all of those who held him close turned away and became his foes, she never gave up believing in him. She never gave up trusting in him. When outside his home he was ridiculed, his followers were tortured, his enemies were cruel. She never gave up reassuring him. She never gave up defending him. But now that she was gone, his heart would only mourn. She was the one who always held on when times were rough and things went wrong. When in his arms she breathed her last, his name was the word she whispered at last. La ilaha illallah Muhammadur Rasulullah. La ilaha illallah Muhammadur Rasulullah. Thank you. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, നിങ്ങൾക്കൊരു നല്ല കഥ കേൾക്കണോ? ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 4ാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ കഥാനായകൻ. ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് ഒരു യാചകൻ കടന്നു വരികയാണ്. യാചന ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ശരി തന്നെ, എന്നാൽ യാചിച്ചു വരുന്നവരെ വെറും കൈയോടെ മടക്കി വിടാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. യാചന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടി. ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി. ഇത് കേട്ട് കരളലിഞ്ഞ ആ ഉപ്പ തൻ്റെ പ്രിയ മകനോട് പറഞ്ഞു, മോനെ ഹസനെ, നീ നിൻ്റെ ഉമ്മയുടെ അടുക്കൽ ചെല്ല്, ഞാൻ ഏൽപ്പിച്ച് 6 ദിർഹം തരാൻ പറയും. ഹസൻ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ അടുക്കൽ ഓടിച്ചെന്നു. ഉമ്മ എന്താ മോനെ,
വീടിനകത്തിൽ നിന്ന് സ്ത്രീ ശബ്ദം കേട്ടു. നിങ്ങൾക്കറിയോ ആരാ ഉമ്മ എന്ന്? ഹസൻ ഹുസൈനാരുടെ പൊന്നുമ്മ, അതെ, മെഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഉമ്മ ഉപ്പ തന്ന 6 ദിർഹം തരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു യാചകൻ വന്നു. മോനെ, അതിനാ ഗോതമ്പ് മാവ് വാങ്ങാൻ വെച്ചതാണല്ലോ. ഹസൻ റളിയല്ലാഹു അൻഹു നിരാശയുടെ ഉപ്പയുടെ അടുക്കൽ ഓടിച്ചെന്നു. ഉമ്മ പറഞ്ഞു ആ പണം കൊണ്ട് ഗോതമ്പ് മാവ് വാങ്ങാൻ വെച്ചതാണെന്ന്. നഊദു ബില്ലാ, അള്ളാഹുവിൻ്റെ ഖജനാവിനെ നമ്മളെന്തിനാണ് സംശയിക്കുന്നത്? ഇത്തവണ ഫാത്തിമ ബീവി മറുത്തൊന്നും ചിന്തിക്കാതെ അത് നൽകുകയും അലിയാർ തങ്ങൾ അത് യാചകനക്ക് നൽകുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ മറ്റൊരാൾ വന്നു. ദൂതരെ, ദുൽദുലിൽ ചീരിപ്പായുന്ന താങ്കൾക്കൊരു ഒട്ടകവും വേണ്ടേ? ഇതാ ഒരു 1.5 ഒട്ടക. എത്ര വില? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. വെറും 120 ദിർഹംസ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ അടുത്ത് ഇപ്പം പണമില്ല, ഞാൻ പിന്നെ തന്നാൽ മതിയോ? അതെ, അങ്ങേ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ആരെ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടെ പോയി. സുബ്ഹാനല്ലാഹ്. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്നു. ആരുടേതാണ് ഈ ഒട്ടകം? എൻ്റെതാണ് ഈ ഒട്ടകം, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എനിക്ക് വേണം, തരുമോ? അതെ, എത്ര വില? 200 ദിർഹംസ്. അദ്ദേഹം റെഡി ക്യാഷ് നൽകുകയും അലിയാർ തങ്ങൾ അത് 120 ദിർഹംസ് ഒട്ടകയുടെ ഉടമസ്ഥർക്ക് നൽകുകയും ബാക്കി 60 ദിർഹംസ് ഫാത്തിമ ബീവിയുടെ കയ്യിൽ വെച്ചെടുത്ത് പറഞ്ഞു, ഫാത്തിമ, ഇതാണ് അള്ളാഹ് പറഞ്ഞത്, ദാനം ഒരിക്കലും ധനത്തെ മറക്കുകയില്ല, അതിന് പകരം 10 ഇരട്ടി പ്രതിഫലം നൽകും, തീർച്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അല്ലാഹു നമ്മുടെ റബ്ബ്, അല്ലാഹു നമ്മുടെ റബ്ബ്, അല്ലാഹു നമ്മെ പഠിച്ചവൻ, അല്ലാഹു അന്നം തന്നവൻ, അല്ലാഹു അല്ലാഹു നമ്മുടെ റബ്ബ്, അല്ലാഹു. എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം കാണും അല്ലാഹു, എല്ലാം അറിയും അല്ലാഹു, സർവശക്തൻ അല്ലാഹു, അല്ലാഹു നമ്മുടെ റബ്ബ്, അല്ലാഹു നമ്മുടെ റബ്ബ്, അല്ലാഹു. ഏക ഇലാഹാൻ അല്ലാഹു, ഏറെ മഹാന അല്ലാഹു, പ്രാർത്ഥന കേൾക്കൂ അല്ലാഹു, അല്ലാഹു കാരുണ്യം ചൊരിയതിനെ, സ്വർഗരാമം പണിതനെ, അല്ലാഹു നമ്മുടെ റബ്ബ്, അല്ലാഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.